ശരീരത്തിൽ നിന്ന് ഉറ്റി വീഴുന്ന ആളുകളുടെ ഒതു കൊടുക്കുന്ന ആളുകളുടെ ശരീരത്തിൽ നിന്ന് ഉറ്റി വീഴുന്ന വെള്ളത്തിലൂടെ ദോഷങ്ങൾ ഇങ്ങനെ വീണു പോകുമ്പോൾ അത് കാണുമായിരുന്നു. അബൂ ഹനീഫ തങ്ങൾ അള്ളാഹിനോട് ദ്വാരനെ പഠിച്ചോനെ ഈ കഴിവ് എനിക്ക് വേണ്ടത് ഒഴിവാക്കി തരണേ, കാരണം എനിക്ക് ആളുകളെ കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാകും, അതുകൊണ്ട് അത് ഒഴിവാക്കി തരുന്നതായിരുന്നു. അപ്പൊ ഫിറാസത്ത് ഉണ്ടാകും. അള്ളാഹു തആല ചില ആളുകൾക്ക് അത് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് സാധാരണഗതിയിൽ മറ്റുള്ളവരുടെ സ്വകാര്യങ്ങൾ അറിയാൻ കഴിയില്ല, സ്വകാര്യങ്ങൾ അന്വേഷിക്കാനും പാടില്ല. അതും വേണം നമ്മൾ ശ്രദ്ധിക്കുക. സ്വകാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിക്കുന്ന സ്വഭാവം ഖുർആൻ പറഞ്ഞതാണ്. യാ അയ്യുഹല്ലദീന ആമനു ജിത്തനിബൂ കസീറൻ മിനൽ ളന്നി ഇന്ന ബഅദൽ ളന്നി ഇസ്മുൻ വലാ തജസ്സസു. ധാരണകൾ അധികവും പിഴവായിരിക്കും, ധാരണകൾ അധികവും തെറ്റായിരിക്കും. ധാരണ നിങ്ങൾ ഒഴിവാക്കണം. അങ്ങനെ ധാരണകൾ വരാനുണ്ടാകുന്ന ഒരു കാരണമാണ് തജസ്സീസ്. അതുകൊണ്ട് തന്നെ വലാ തജസ്സസു, അന്വേഷിക്കാൻ പാടില്ല. ഒരാളെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് കേട്ടാൽ പിന്നെ അത് പൂർണ്ണമായിട്ട് അറിയോളം നമ്മളിങ്ങനെ നടക്കണം അതിന്റെ പുറകെ. അത് ചെയ്യാനും പാടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ സ്വകാര്യ ജീവിതം നമുക്ക് ഓരോരുത്തർക്കും, എന്റെ സ്വകാര്യ ജീവിതം എനിക്കേ അറിയുള്ളൂ, നമ്മുടെ ഓരോരുത്തരുടെയും സ്വകാര്യം നമുക്കേ അറിയുള്ളൂ. എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന നന്മകൾ എന്തൊക്കെയാണ് അത് എനിക്കേ അറിയുള്ളൂ. ചെയ്യുന്ന നന്മ തന്നെ ഞാൻ എങ്ങനെ ചെയ്യുന്നത് അതും എനിക്കേ അറിയുള്ളൂ. ഞാൻ ഖുർആൻ ഓതുന്നുണ്ടെങ്കിൽ എന്ത് ഉദ്ദേശത്തോടെയാണ് ഞാൻ ഖുർആൻ ഓതുന്നത് അത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ എന്ത് ഉദ്ദേശത്തോടെയാണ് നിസ്കരിക്കുന്നത് അതേ എനിക്കേ അറിയുള്ളൂ. നമ്മൾ ഓരോരുത്തരുടെയും വിവാദത്തിനെ കുറിച്ച് നമുക്ക് മാത്രമേ. തിന്മയും അങ്ങനെ തന്നെ. ഞാൻ എന്തൊക്കെ തെറ്റാ ചെയ്യുന്നത്, എന്റെ കൽബിൽ എന്തൊക്കെയാണുള്ളത്, ഞാൻ എന്തൊക്കെയാ സംസാരിക്കുന്നത് അത് എനിക്ക് മാത്രമേ അറിയൂ. ചിലതൊക്കെ മറ്റുള്ളവർ കേൾക്കുന്നു മാത്രം, ബാക്കിയൊക്കെ എന്റെ മനസ്സിലുള്ളത് എനിക്ക് അറിയുള്ളൂ. ഇങ്ങനെയുള്ള എന്റെ ജീവിതത്തിൽ ഉള്ള തിന്മകൾ മാറ്റിയെടുക്കുകയും നന്മകൾ പുതിയത് വളർത്തിക്കൊണ്ടുവരികയും ചെയ്യണം. അപ്പൊ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന തെറ്റെന്താണ് അത് ഞാൻ മാറ്റാൻ ശ്രദ്ധിക്കണം. എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യാത്ത നന്മ എന്താണുള്ളത് അത് കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ റമളാൻ കഴിഞ്ഞാൽ റമളാനിന് മുൻപില്ലാത്ത നന്മ കൊണ്ടുവരികയും റമളാനിന് മുൻപുണ്ടായിരുന്ന തിന്മ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്താൽ ലഅല്ലക്കും തത്തഖൂൻ, തെക്കുവയുള്ളവരാകാൻ വേണ്ടി നോമ്പ് നിങ്ങൾക്ക് തന്ന നോമ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു. അപ്പൊ നമ്മളെ റമളാൻ നമുക്ക് അനുകൂലാക്കി തീർക്കും. അതാണ് നമ്മൾ സാധാരണ റമളാനിലൊക്കെ വരക്കുന്നത്. അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹ്റ ശരീഫൽ അദീമ ഷാഹിദൻ ലനാ, അനുകൂലാക്കി തീർക്കണേ. റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കണമെങ്കിൽ ഈ ഒരു അനുകൂലം ഉണ്ടാകണം. റമളാൻ കാരണമായിട്ട് നന്മ ഉണ്ടാക്കിയിട്ടുണ്ട്. പടച്ച റബ്ബേ, ഞാൻ അവനിലേക്ക് എത്തിയപ്പോ ഈ എന്റെ മാസത്തിൽ അവൻ ഒരുപാട് നന്മകൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ പ്രതിജ്ഞ എടുക്കുക. അടുത്ത വെള്ളിയാഴ്ച റമളാനായിരിക്കും, അടുത്ത വെള്ളിയാഴ്ച രാവ് റമളാനിലായിരിക്കും. ഇപ്പൊ നമ്മൾ തീരുമാനമെടുക്കുക, എന്തെങ്കിലും ഒന്ന് തുടങ്ങും. ഖുർആൻ ഓതാത്തവരുണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? സ്ഥിരമായിട്ട് ചുരുങ്ങിയത് 2 പേജെങ്കിലും ഞാൻ ഓതുമെന്ന് പ്രതിജ്ഞ ചെയ്ത് ഈ റമളാനോടെ നമുക്ക് തുടരാൻ കഴിഞ്ഞാൽ ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുടെ ഒരടയാളം കിട്ടി. ഇംതിസാലും അവാമിരില്ല. ഇനി ഞാൻ ഇന്ന് മുതൽ ഈ റമളാൻ